നാം വെളിപ്പാട് പുസ്തകം പഠിച്ച് ചിന്തിച്ചു വരികയാണ്. ഇന്ന് നാം അതിൻ്റെ 6-ാമത്തെ അധ്യായമാണ് ചിന്തിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ വായിക്കാം. കുഞ്ഞാണ്ട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. നാം അല്പമായി ഇത് ചിന്തിച്ചു വരികയാണ്. സബദിയുടെ മകനായ യാക്കോബ് യോഹന്നാൻ, ആ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് എഴുതിയത് എന്ന് നാം ചിന്തിപ്പാനിടയായി. സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടി ലോകത്തിലെ സകല ദൈവസഭകളെയും പ്രതിനിധീകരിക്കുന്ന ആസിയയിലെ 7 സഭകൾക്ക് എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ടതായ ക്രിസ്തുവിനെ വർണ്ണിച്ചിരിക്കുന്നു. കാരണം ക്രിസ്തു ഭൂമിയിൽ സ്തോത്രമായിരുന്നപ്പോൾ നമ്മെ രക്ഷിപ്പാനായി ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഈ ലോകം അവന് നൽകിയത് മുൾക്കിരീടമാണ് അവൻ്റെ തലയിൽ വെച്ചത്. അവൻ്റെ കൈയും കാലുകളും തുളച്ചു, ആണികളാൽ തുളച്ച് പച്ചമരത്തോട് ചേർത്തടിച്ചു. അവനെ അർത്ഥനഗ്നനാക്കി പരിഹസിച്ചു. അവൻ്റെ കയ്യിലൊരു വടിയൊക്കെ കൊടുത്ത് അവനെ രാജാവേ ജയ ജയ എന്നൊക്കെ വിളിച്ച് അവനെ പരിഹസിക്കുകയായിരുന്നു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഈ കർത്താവിനെ കാണുന്നത് അവൻ്റെ തലയിൽ സ്തോത്രം അനേക രാജമുടി, അവൻ്റെ കാല് വെള്ളോട്ട് സാദൃശ്യം കാലുള്ളതായ സ്തോത്രം മാറത്ത് പൊൻകച്ച കെട്ടി സ്തോത്രം ആർക്കും വർണ്ണിച്ച് കൂടാൻ കഴിയാത്ത തേജസ്സിലാണ് ഇന്ന് നാം അവനെ കാണുന്നത്. ഈ രംഗം നാം സ്വർഗത്തിൽ ചെന്നിട്ടല്ല കാണേണ്ടത്. ഇവിടെ വെച്ച് തന്നെ ഞാൻ ആരാധിക്കുന്ന കർത്താവ് സ്തോത്രം ഇന്ന് അനേകരെ ഒരു ഉണ്ണിയേശുവായി കലണ്ടറിൽ കിടക്കുന്ന, ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഒരു സ്തോത്രം പുൽത്വലിത്തിൽ ഇന്നും ഉണ്ണിയേശുവായി ഇട്ടിരിക്കുന്ന യേശുവായിട്ടാണ് അനേകര് കാണുമ്പോൾ ഇന്നു രാത്രിയിൽ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന നാം പറയണം, അവൻ ഇന്ന് ഉണ്ണിയേശുവല്ല, മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്, വെള്ളോട്ട് സാദൃശ്യം കാലുള്ളവനാണ്, അഗ്നിജാലയ്ക്കൊത്ത് കണ്ണുള്ളവനാണ്. അനേക രാജമുടി വെച്ച് ആൽഫയും ഒമേഗയുമായി മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിപ്പാൻ തക്കവണ്ണം അവൻ ശക്തനാണെന്ന് നാം അറിയണമെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം നാം പഠിച്ചേ മതിയാവൂ. നാം ഇത് ഗ്രഹിക്കണം. അത് കണ്ടത് അറിഞ്ഞു വേണം നാം അവനെ സേവിക്കുവാൻ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഇത് സ്വർഗത്തിൽ വന്നിട്ട് പഠിക്കാനല്ല എഴുതി തന്നത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതറിഞ്ഞ് അവനെ ആഴത്തിൽ ബഹുമാനിക്കണം. ഒരാളെ അറിയുന്നതനുസരിച്ചാണ് അവനെ സ്നേഹിക്കുന്നത്, അവനെ ബഹുമാനിക്കുന്നത്. അതിനാണ് എഴുതി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് വരിയൊക്കെ നടക്കുമ്പോൾ, വാഹനത്തിലിരിക്കുമ്പോൾ നാം ഇതൊക്കെ പറയണം. എന്റെ കർത്താവ് മാറത്ത പൊൻകച്ച കെട്ടിയവനാണ്, വെള്ളോട്ട് സാദൃശ്യം കാലുള്ളവനാണ്, അഗ്നിജാലയ്ക്കൊത്ത് കണ്ണുള്ളവനാണ്, അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. സ്തോത്രം, അവൻ സകലത്തിലും തികഞ്ഞവനാണ് എന്നൊക്കെ നാം
പറയുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പിശാചിന് മനസ്സിലാകും ഇവർ ക്രിസ്തുവിനെ കുറിച്ച് ആഴങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. പിശാചിനറിയാം പിന്നെ ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, ഇവർ ക്രിസ്തുവിനെ ആഴത്തിൽ ഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നാം അത് ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ നാവിൽ കൂടെ ഉച്ചരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് 1-ാം അധ്യായം സ്തോത്രം നമ്മൾ ആവർത്തിച്ച് പഠിക്കണം ദൈവമക്കൾ. സ്തോത്രം. അവൻ എണ്ണി എണ്ണി ഓരോന്നും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവന്റെ സ്തോത്രം ചെറുതാകട്ടെ വലുതാകട്ടെ സത്യത്തിലും ആത്മാവിലും നടത്തുന്ന ഒരു ദൈവസഭയുടെ ദൂതൻ അവന്റെ കയ്യിലിരിക്കുകയാണ്. 10,000 പേരുടെ ശുശ്രൂഷകനാകട്ടെ, വെറും 10 പേരുടെ ശുശ്രൂഷകനാകട്ടെ, ആ ശുശ്രൂഷകൻ ദൈവത്തിന്റെ വലം കയ്യിലിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വലം കയ്യിലിരിക്കുന്നു. തന്നെയുമല്ല, ചെറിയ സഭയാകട്ടെ വലിയ സഭയാകട്ടെ, അതിന്റെ നടുവിൽ കൂടെ, അത് നിലവിളക്കായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന നിലവിളക്കായി അതിന്റെ നടുവിൽ കൂടെ ഉലാവുന്നവനായ ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. അപ്പം ആലയത്തിലേക്കൊക്കെ നാം കടന്നു ചെല്ലുമ്പോൾ ഈ ബോധത്തോടാ കടന്നു ചെല്ലുന്നത്. അതിനകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം, ആ സ്തോത്രത്തോട് അതിന്റെ പ്രാകാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ വായിക്കുന്നത് പോലെ അതിനകത്തേക്ക് കയറുമ്പോൾ എന്റെ അരുമനാഥൻ ഇതിന്റെ നടുവിൽ കൂടെ ഉലാവുന്നുണ്ട്, എന്റെ അരുമനാഥൻ ഞങ്ങളെ അവന്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ ആയിരിക്കണം നാം ദൈവസഭയിലേക്കൊക്കെ കടന്നു ചെല്ലേണ്ടത്. അങ്ങനെയാണ് ദൈവസഭയെ നാം കാണേണ്ടത്. സ്തോത്രം. സഭയെ ഈ ലോകത്തിലെ ഏതെങ്കിലും സമുദായ സഭകളെ കുറിച്ചൊന്നുമല്ല നമുക്കറിയേണ്ടത് നമ്മുടെ നാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമറിയണം. രണ്ടാമതായി സ്തോത്രം 2-3 അധ്യായം സ്തോത്രം അധ്യായത്തിലെ 7 സഭകൾക്കുള്ള ദൂതാണ്. സഭ എങ്ങനെ നിർമ്മല കന്യയായിരിക്കണം, സഭ എപ്പോഴും നിർമ്മല കന്യകയായിരിക്കണമെന്ന് പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ, ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പം വിവാഹ നിശ്ചയമാണ്, നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. സ്തോത്രം. നല്ല പ്രവൃത്തികളെ 7 സഭയിൽ കൂടെ കടന്നു പോകുമ്പോൾ 7 സഭയും ലോകത്തിലുള്ള സർവ സഭകളെയും പ്രതിനിധീകരിക്കുകയാണ്. അതിനകത്ത് നോക്കിയാൽ നല്ല പ്രവൃത്തിയെ ഈ സഭയുടെ നാഥൻ, വലിയ ഇടയനായവൻ, അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. നല്ല പ്രവൃത്തിയെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നമ്മളെ അഭിനന്ദിക്കുമ്പോൾ തിരുത്തേണ്ടിയ കാര്യങ്ങൾ അവൻ പ്രബോധിപ്പിച്ച് സ്തോത്രം തിരുത്തുവാൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തിരുത്തുവാൻ മനസ്സില്ലെങ്കിൽ, തിരുത്തുന്നില്ലെങ്കിൽ അവൻ പറഞ്ഞു, എന്റെ വായിൽ നിന്നും ഞാൻ ഉമന്നു കളയുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാം അവിടെ ചിന്തിച്ചു. സ്തോത്രം. അതുകൊണ്ട് 2-3 അധ്യായം അങ്ങനെയാണ് ഇതിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നാം ഒരു നിർമ്മല കന്യകയായി പുറത്തു വരികയാണ്. നാം ചിന്തിക്കണം, ഞാൻ ശീതവാനാണോ, ഞാൻ ഉഷ്ണവാനാണോ, ഞാൻ ശീതോഷ്ണവാനാണോ? ഇപ്പോഴും എന്റെ പുറത്ത് നിന്നുകൊണ്ട് കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്ന അവസ്ഥയാണോ? എനിക്ക് തന്നെ ചില ചിന്തയുണ്ടോ? ഞാൻ എല്ലാം തികഞ്ഞവൻ, ഞാൻ ധനികൻ, ഞാൻ സമൃദ്ധിയുള്ളവൻ, ജ്ഞാനം എനിക്കുള്ളവൻ, എല്ലാത്തിനെ കുറിച്ച് എനിക്കറിയാം, ഏത് വിഷയത്തെക്കുറിച്ചും അറിയാം, പ്രസംഗിക്കാൻ കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയുണ്ടോ? നാം വമ്പ് പറയുന്നവരാണോ? നാം ഏത് വിധത്തിലായിരിക്കുന്നു? ദൈവമക്കളെ, ഇന്നുവരെ നമ്മളുടെ ജീവിതത്തിൽ ഒരു പോരായ്മയുണ്ടെങ്കിൽ ഇന്നത് കേൾക്കുമ്പോൾ നാം അതിന്മേൽ ജയമെടുക്കാൻ തീരുമാനിക്കണം. അതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അത് കേട്ടിട്ട് നാം അതിന്മേൽ ജയമെടുക്കുന്നില്ലെങ്കിൽ വീണ്ടും പിശാച് നമ്മളിൽ ജയമെടുത്തുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് എന്ത് വിഷയമാകട്ടെ, നമ്മൾ ചിലപ്പം വലിയ ഗൗരവമൊന്നുമില്ലാതെ പോസ്റ്റ് പറയുന്നതായിരിക്കാം. ആ പോസ്റ്റ് അത് കുറച്ച് മതി. നമ്മളെ എല്ലാവരും നിന്ദിച്ചാലും വേണ്ടില്ല, ആരും അംഗീകരിച്ചില്ലെങ്കിലും കർത്താവ് അംഗീകരിക്കുന്നുണ്ടോ? എന്റെ യേശു തമ്പുരാൻ എന്നെ അംഗീകരിക്കുന്നുണ്ടോ? കർത്താവിനിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് മാത്രം തോന്നണം. നമ്മൾ ചെറിയൊരു വിഷയത്തിൽ ഒരു പോസ്റ്റ് പറയുന്നതിൽ, മിരിയാമ് ഒരു വാക്ക് തന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞത് നിമിത്തം ഇസ്രായേൽ മക്കളുടെ എല്ലാവരുടെയും യാത്ര സ്തോത്രം ഒരാഴ്ച ആ യാത്ര മുടങ്ങാൻ ഇടയായി. അവൾ എന്ത് ചെയ്തു? കുഷ്ഠരോഗിണിയായി. സ്തോത്രം. അവൾ പാളയത്തിന് പുറത്തു കടന്നു. അവൾ പറഞ്ഞ ഒരു വാക്ക് നിമിത്തം സ്തോത്രം ഇസ്രായേൽ മക്കൾ തമ്മിൽ സംസാരിക്കത്തില്ലേ, എന്താ നമ്മളിപ്പോ യാത്ര ചെയ്യാത്തേ, കുറെ ദോഷിയായല്ലോ എന്ന് പറയുമ്പോൾ പാളയത്തിന്റെ അറ്റത്ത് വരെ വിഷയമെത്തും. എന്താ കാര്യം? മിരിയാം കുഷ്ഠരോഗിണിയായി കിടക്കുന്നു. എന്താ കാര്യം? അവൾ തന്റെ ആംഗ്ലയാകുന്ന ദൈവത്തിന്റെ അഭിഷത്തിനെതിരായി എന്തോ ഒരു വാക്ക് പറഞ്ഞുവെന്ന്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട്
നാം അത് കരുതിക്കൊള്ളണം. നാം ഉപേക്ഷിക്കണം. അങ്ങനെ 2-3 അധ്യായം കഴിഞ്ഞു. 4-ാം അധ്യായം നാം ചിന്തിച്ചത്, സ്തോത്രം, നിർമ്മല കന്യകയായ ആ മണവാട്ടിയെ, സ്തോത്രം, കർത്താവിന്റെ കാന്തയാകുന്ന മണവാട്ടിയോട് കാന്തനാകുന്ന യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ട് മധ്യാകാശത്ത് വന്നിട്ട് പറയുകയാണ്, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ കയറി പോയിട്ടില്ല. നമ്മുടെ പ്രതിനിധിയായി, സകല സഭയ്ക്കും പ്രതിനിധിയായി യോഹന്നാൻ അപ്പോസ്തലനെ അങ്ങോട്ട് വിളിച്ചു കയറ്റിയിരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിനോടോട്ട് കയറി ചെന്നു. ആത്മാവിൽ മാത്രമേ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. നാം അത് ചിന്തിച്ചു. ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം, ആത്മാവിൽ മാത്രമേ അവിടെ കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ എന്ന് നാം ചിന്തിച്ചു. അങ്ങനെ ആ സമയം മുതൽ സഭ അവിടെയാണ്, കർത്താവിന്റെ സന്നിധിയിലാണ്, കർത്താവിനോടൊപ്പമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഇത് പഠിക്കുമ്പോൾ ആ രംഗമാണ് നാം കാണുന്നത്. ആ യോഹന്നാൻ നമുക്ക് നമ്മളുടെ പ്രതിനിധിയായി, സഭയുടെ പ്രതിനിധിയായി യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ചെന്ന് അവിടെ കാണുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഓരോന്നായി യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടിട്ട് എഴുതി ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് തന്നിരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ഉത്സാഹം വർദ്ധിക്കുവാൻ. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ സ്തോത്രം അവർ പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഗോത്രത്തിൽ നിന്ന് ഓരോ ശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുത്ത് വാഗ്ദത്ത ദേശത്തേക്ക് അയക്കണം. രഹസ്യമായി അയച്ചിട്ട് അവർ പോയി ദേശമെല്ലാം ഉറ്റുനോക്കണം. അവിടെ നിന്ന് ചില ഫലം കാണണം. കണ്ടിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വന്നിട്ട് ഈ ജനത്തോട് കാര്യങ്ങൾ പറയണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. ഒരു മുന്തിരിക്കൊല ഞങ്ങൾക്ക് 2 പേർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ മാതളപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, അവിടെ ശ്രേഷ്ഠമായ ഒലിവുണ്ട്. സ്തോത്രം, ഇങ്ങനെയുള്ള നന്മകളുണ്ട്. അത് ഏറ്റവും ഫലപുഷ്ടമാണ്, ഏറ്റവും മനോഹരമാണ്. കുന്നുകളും താഴ്വരയുമുള്ളതായ, നീരുറവയുള്ളതായ, മഴയുള്ളതായ, സ്തോത്രം, ശുദ്ധജലം കുടിക്കുന്നതായ, നല്ല കാലാവസ്ഥയുള്ളതായ ആ പട്ടണമാണ്. അങ്ങനെയുള്ള പട്ടണത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 430 വർഷം നാം ആയിരുന്നപ്പോൾ മിസ്രൈമിൽ ഒരൽപ്പം പച്ചക്കറി നടണമെങ്കിൽ വെള്ളം കോരി ഒലിച്ച് അതിനെ ചള്ളകുത്തി വേണമായിരുന്നു പച്ചക്കറി നടേണ്ടത്. സ്തോത്രം. എന്നാൽ നാം പോകുന്ന ദേശം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഈ ജനത്തെ ഉത്സാഹിപ്പിക്കണം. അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകാതെ അവരുടെ യാത്രയിൽ അവർ ഉത്സാഹിച്ച് അധികം ഉത്സാഹത്തോട് പോകണമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ദൈവം അവരെ പറഞ്ഞു വിട്ടത്. എന്നാൽ 10 പേര് കണ്ടിട്ട് അവർ ദേശമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു, നല്ലതാണ്, പക്ഷേ അനാക്യമല്ലന്മാരെ കണ്ടു എന്ന് പറഞ്ഞു. സ്തോത്രം എന്ന് പറഞ്ഞ് ജനത്തെ ബലഹീനമാക്കി. ഇതുപോലെ നിങ്ങൾ ഓർക്കണം, ഈ സ്തോത്രം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിനിധിയായ സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ച് അത് എഴുതി അതിനുവേണ്ടി തന്നെ പത്മോസ് ദ്വീപിലേക്ക് അയച്ചു. ദൈവവേദനയിലെ ദൈവത്തിന് എല്ലായിടത്തും ഇറങ്ങി വരാൻ കഴിയത്തില്ല. സർവശക്തൻ ഈ ഭൂമിയിൽ ഇറങ്ങി വരണമെങ്കിൽ അതിന് തക്കമുള്ള സാഹചര്യം വേണം. തീ 7 മടങ്ങ് വർദ്ധിച്ചാൽ അവൻ അതിനകത്തേക്ക് ഇറങ്ങി വരും. സ്തോത്രം. അല്ലയോ, നിന്നെ കർത്താവിന്റെ നാമനിമിത്തം പത്മോസിലേക്ക് എടുത്തിട്ടാൽ അവിടെ അവൻ ഇറങ്ങി വരും. സ്തോത്രം. നമ്മുടെ സുഖത്തിന്റെ നടുവിലല്ല, സമൃദ്ധിയുടെ നടുവിലല്ല അവൻ ഇറങ്ങി വരുന്നത്. കഷ്ടതയുടെ നടുവിൽ, കഷ്ടമേ അടുത്തിരിക്കാൻ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. യോഹന്നാൻ അപ്പോസ്തലനെ തീച്ചൂളയുടെ നടുവിൽ നിന്ന് അവനെ ആ പത്മോസിന്റെ നടുവിൽ ഏകാന്തതയിൽ ആരുമില്ലാതെ കരികന്മാരെ കൊണ്ട്, തലയോട്ടികളെ കൊണ്ട്, അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിടത്തേക്ക് അവനെ എടുത്തിട്ടിട്ട്, സ്തോത്രം, ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്തത്, ദൈവത്തിന്റെ തിരുഹൃദയത്തിലിരിക്കുന്ന, ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത ആ പ്ലാനും പദ്ധതികളും 1 വർഷത്തെയല്ല, 1000 വർഷത്തെയല്ല, 10,000 വർഷത്തെയല്ല, കോടി വർഷത്തെയല്ല, അത് ആ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ അവന്റെ ക്ഷീണമെല്ലാം മാറി കാണും. സ്തോത്രം. അവൻ കഷ്ടത മറന്നു കാണും. ഇന്നു രാത്രി ഉറങ്ങുമ്പോൾ കിടന്ന് സ്തോത്രം ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. കർത്താവേ, ഞാൻ വിശ്രമിക്കാൻ പോകുന്നു. എന്റെ കഷ്ടതയും നിരാശയും വേദനയും മറക്കുമാർ ഇന്നു രാത്രി നീ എന്നെ ഒരു കാഴ്ച കാണിക്കണമേ. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി കരുതിയത്, എന്റെ അപ്പനെ കുറിച്ചുള്ള ബോധം എനിക്ക് നീ തരണമേ എന്ന് ഇന്നു രാത്രി ദൈവവൈതലേ നീ പ്രാർത്ഥിച്ചു കിടക്ക്. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ ദൈവം നിന്നെ കാണിക്കാനിടയാകും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്. സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആ 4-ാം അധ്യായത്തിൽ ഈ യോഹന്നാൻ അപ്പോസ്തലനെ അവിടെ വിളിച്ചു കയറ്റിയിട്ട് അവൻ ആദ്യം കാണുന്നത് അവിടെ സിംഹാസനമാണ് കാണുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം ചന്തമാണ്. അതിനൊരു ഓർഡറുണ്ട്, അതിനൊരു ക്രമമുണ്ട്. യെരുശലേം ദേവാലയം നമുക്കറിയാം, വെറുതെ കയറി ചെല്ലാൻ കഴിയത്തില്ല. ആദ്യം പ്രാകാരത്തിൽ കയറി ചെല്ലാം. പ്രാകാരത്തിൽ എല്ലാവർക്കും ചെല്ലാം. ജാതികൾക്കും അവിടെ ഉണ്ട്. ജാതികൾക്ക് അവിടം വരെ വരാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന് വലിയ മതിലുള്ള പട്ടണമാണ്. സ്തോത്രം. ആർക്കും അവിടെ ഓടിക്കയറാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആദ്യം പ്രാകാരമുണ്ട്. ആ പ്രാകാരത്തിൽ തന്നെ യാഗപീഠം വെച്ചിട്ടുണ്ട്. യാഗപീഠത്തോട് ചേർന്ന് താമ്ര തൊട്ടി വെച്ചിട്ടുണ്ട്. യാഗപീഠത്തിൽ അവൻ ക്രൂശിക്കപ്പെടണം. യേശു ക്രിസ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഴയ നിയമ വ്യവസ്ഥയാണെങ്കിൽ സ്തോത്രം, അവൻ കൊണ്ടുപോയിരിക്കുന്ന സ്തോത്രം യാഗവസ്തു, അതിനെ എന്ത് ചെയ്യണം? അവിടെ യാഗമർപ്പിക്കണം. അതിന്റെ കാലുകളൊക്കെ കഴുകി വേണം അത് അവിടെ അർപ്പിക്കുവാൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നാം ഈ ആലയത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇന്ന് ആദ്യം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ്. അതിനുശേഷം താമ്രത്തൊട്ടി, അതിനുശേഷമാണ് സ്നാനം. സ്നാനത്തിന് ശേഷമല്ല സ്തോത്രം യാഗപീഠം വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മള് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താത്തത്. കുഞ്ഞുങ്ങൾ നന്മതിന്മകളെ തിരിച്ചറിയുന്നിടം വരെയും അത് ദൈവത്തിന്റെ വകയാ. അത് പൂജാരിയുടെ ആകട്ടെ, മൗലവിയുടെ ആകട്ടെ, ഈ ലോകത്തിൽ ദുഷ്ടതയെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആകട്ടെ, നന്മതിന്മകളെ തിരിച്ചറിയുന്നിടം വരെ ആ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വകയാണ്. അതിന് നമ്മളൊന്നും ഒരു പ്രവൃത്തി ചെയ്യണ്ട. അതിനുവേണ്ടി യേശു ക്രൂശി മരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നു, ശിശുക്കളെ, ഇന്ന ശിശുക്കളെന്നില്ല, രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ ശിശുക്കളെന്നല്ല, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഇപ്പോ സർവ്വ ശിശുക്കൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. അവർക്ക് വേണ്ടി നാം ഒരു പ്രവൃത്തി ചെയ്യണ്ട. അവരുടെ ഒരു കയ്യെ പിടിച്ചിട്ട് ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, ഞാൻ മശിഹായെ സ്വീകരിക്കുന്നു നീ പറയണ്ട. കാരണം എന്തോ? അവർ ശിശുക്കളാണ്. അത് ദൈവത്തിന്റെ വകയാണ്. ഈ കൈ പിടിക്കുന്നവന്റെ മേലല്ലേ സാത്താൻ ഉള്ളത്? എന്നിട്ട് നോക്കണം. അതുകൊണ്ട് ശിശുക്കൾ ദൈവത്തിന്റെ വകയാണ്. അതിനുവേണ്ടി നാം ഒന്നും ചെയ്യണ്ട. സ്തോത്രം. അപ്പം അവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സ്തോത്രം, ആ യാഗപീഠത്തിൽ സ്തോത്രം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട യാഗത്തെ നാം ആരാധിച്ച് നാം സ്നാനമേറ്റത്, യാഗപീഠം സ്നാനമേറ്റതിന് ശേഷം ഈ പ്രാകാരത്തിൽ നിന്നും പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ എന്തെല്ലാം വെച്ചിട്ടുണ്ട്? അവിടെ ഉള്ളത് ഒന്ന് ധൂപപീഠമുണ്ട്, കാഴ്ചയപ്പത്തിൻ മേശയുണ്ട്, കവരവിളക്കുണ്ട്. എത്രയായി? പ്രാകാരത്തിൽ 2. ഏതൊക്കെ? സ്തോത്രം. 1 യാഗപീഠം, 2 സ്തോത്രം താമ്രത്തൊട്ടി. പ്രാകാരം കഴിഞ്ഞു. പ്രാകാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. യെരുശലേം ദേവാലയത്തിന്റെ കാര്യമാണ് പറഞ്ഞ്. അകത്ത് പ്രവേശിച്ചപ്പോൾ ആദ്യം വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്? 3 ഐറ്റം വെച്ചിട്ടുണ്ട്. 1 ധൂപപീഠം, നിന്റെ പ്രാർത്ഥന ഇടുന്നതായ പ്രാർത്ഥന ധൂപമായി വരുന്ന ധൂപപീഠം. 2 കാഴ്ചയപ്പത്തിൻ മേശ. അതാത് ദിവസം 6 അപ്പം വീതം 2 സൈഡിലായിട്ട് അടുക്കി ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 അപ്പം 2 സൈഡിലായിട്ട് ഒരേ എണ്ണത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയപ്പത്തിൻ മേശ. പിന്നെ കവരവിളക്കുണ്ട്. ആ കവരവിളക്ക് സ്തോത്രം, അതെ സ്തോത്രം, അവിടെ എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്ന കവരവിളക്ക്. ഇതെല്ലാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ എത്രയായി? ഇപ്പോൾ 5 2 3 3 2 5ആയി. ഇനിയും 2 ഐറ്റം ഉണ്ട്. അതെവിടെയാ? അതിപരിശുദ്ധ സ്ഥലത്ത്. അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു പുരോഹിതന് കയറാൻ പറ്റത്തില്ല, ഒരു സാധാരണ വ്യക്തിക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ആർക്ക് കയറാം? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം കയറാം. അവൻ വർഷത്തിൽ ഒരിക്കൽ സ്തോത്രം കയറുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ ആദ്യം അവന്റെ പാപത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ഇറക്കണം. ആ ആട്ടിൻകുട്ടിയുടെ രക്തം, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനായ മനുഷ്യനാണ്, നീ സർവശക്തനാണ്, നീ തേജോമയനായ ദൈവമാണ്, നിന്നോട് അടുത്തു വരുവാൻ ആർക്ക് കഴിയും? ഞാനിതാ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇതാ ഒരു ആട്ടിൻകുട്ടിയെ അറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ ഒരു കൈയിൽ രക്തം
ആ ആട്ടുകുട്ടിയുടെ രക്തമുണ്ടായിരിക്കണം. അവന്റെ അടുത്ത കയ്യിൽ രക്തമുണ്ട്. അതേതാണ്? ജനത്തിന്റെ പാപത്തിനു വേണ്ടി. അവൻ ജനത്തിനു വേണ്ടിയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്നത്. ജനത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി ഒരു ആട്ടുകുട്ടി ഇറക്കണം. ആട്ടുകുട്ടി ഇറത്ത് അതിന്റെ രക്തം മറ്റേ കയ്യിൽ പിടിക്കണം. ഇത് രണ്ടും പിടിച്ച് അവൻ ഏഫോദ് ധരിച്ച് അവന്റെ ഏഫോദിന്റെ പതക്കത്തിൽ രണ്ടു മാർവിടത്തിലും ഇസ്രായേൽ മക്കളുടെ ഗോത്രസന്ധിക്ക് ഒത്തവണ്ണം 6 സ്വത്രം കല്ലുകൾ, സ്വത്രം ഗോമേതക കല്ലുകൾ, വജ്ര കല്ലുകൾ, ഇസ്രായേൽ ഗോത്രത്തിന്റെ നാമസ്മരിക്കുന്ന കല്ലുകൾ പതിച്ചുകൊണ്ട് സ്വത്രം അവനെന്ത് ചെയ്യുക? നടക്കുക. മുൻപോട്ട് നടക്കുമ്പോൾ അവന്റെ അരയിൽ ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. അതെന്താണ്? ഇവൻ ഏതെങ്കിലും വിധത്തിൽ ബലഹീനനായ മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാണ്, ഈ സ്ഥലത്ത് കയറുമ്പോൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ വീണ് മരിക്കും. ആ ശവം വീണ് മരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പുരോഹിതന് അത് കയറിയെടുക്കാൻ കഴിയത്തില്ല. കാരണം അവൻ കയറിയെടുത്താൽ അവൻ വീണ് മരിക്കും. ഇത് അതിപരിശുദ്ധ സ്ഥലമാണ്. അവൻ അതുകൊണ്ട് പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ചങ്ങലയിൽ വലിച്ചു വേണം ആ ബോഡി പുറത്തെടുക്കുവാൻ. ഇതൊക്കെ എന്തിനാണ് വെളിപ്പെടുത്തിയത്? ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതൊരു ജാതികൾ കണ്ടാൽ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കത്തില്ലേ? ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. എന്താണ് കാര്യം? അവന്റെ മഹാപരിശുദ്ധി വെളിപ്പെടുത്തിയിരിക്കുക. നിനക്ക് തോന്നുന്നത് പോലെ അവന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. തോന്നുന്നവർക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. തോന്നുന്ന സമയത്ത് ചെല്ലത്തില്ല. മഹോപുരോഹിതൻ പോലും അവന് തോന്നുമ്പോൾ ചെല്ലാൻ കഴിയത്തില്ല. അവന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ, അവന്റെ മഹത്വം, അവന്റെ തേജസ്, അവന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ കൊടുത്തിരിക്കുകയാണ്. ആ സർവശക്തനെയാണ് നാം പൊട്ടച്ചെല്ലും കളിവാക്കും പറയുമ്പോഴും നാം പലപ്പോഴും അവൻ പറഞ്ഞു, എന്റെ നാമം വൃഥാ എടുക്കരുത്, കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. നാം ദൈവത്തെ ഭയപ്പെടണം, അത്രമാത്രം ഭയപ്പെടണം. നാം അടുത്തു വന്നിരിക്കുന്നത് മഹാകരുണയുള്ള അപ്പച്ചൻ എന്ന് വിളിക്കാൻ തക്കവണ്ണം പദവി തന്ന അവന്റെ അടുക്കലേക്കാണെന്ന് ഓർക്കുമ്പോൾ തന്നെ നാം വിചാരിക്കണം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവനോട് അടുത്തു ചെല്ലുന്നവൻ ദഹിച്ചു പോകും. ഈ ബോധം നമുക്കുണ്ടാകണം. ഇത് വെളിപ്പെടുത്താനാണ്. അപ്പം അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ കയറി ചെല്ലുമ്പോൾ, ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടകം ഇരിപ്പുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം, അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന പെട്ടകം. ആ പെട്ടകം കതിരമരം കൊണ്ട് ഉണ്ടാക്കിയ പെട്ടകം, അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പെട്ടകം. സ്വത്രം 2.5 മുഴം നീളം 1.5 മുഴം വീതിയുമുള്ളതായ പെട്ടകം. ആ പെട്ടകത്തിനകത്ത് സർവശക്തൻ സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്തതായ സ്വത്രം, സ്വത്രം ദൈവമക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്ത പ്രമാണം 10 കൽപ്പന എഴുതിയിരിക്കുന്ന ആ കൽപ്പലക രണ്ടും അതിനകത്ത് വെച്ചു. പിന്നെ മണ്ണയിട്ടിരിക്കുന്ന പൊൻപാത്രം വെച്ചു. പിന്നെ സ്വത്രം അഹരോന്റെ തളിർത്ത വടി വെച്ചു. സ്വത്രം നോക്കണം, ഈ മണ്ണയിട്ടിരിക്കുന്ന പൊൻപാത്രം അല്ലെങ്കിൽ ഈ പൊൻപാത്രത്തിൽ മണ്ണയിട്ട് വെച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, നീ മന്ന പെറുക്കുമ്പോൾ നാളത്തേക്ക് വെക്കരുത്. നാളത്തേക്ക് വെച്ചാൽ ഇത് ക്രമിച്ചു പോകും. എന്നാൽ ഇത് ക്രമിച്ചു പോകത്തില്ല. കാര്യമെന്തോ? ഇതിന്റെ കൽപ്പലകയുടെ നടുവിലാണ്, അവന്റെ പ്രമാണത്തിന്റെ നടുവിലാണ്. ദൈവവേദലേ, നീ ദൈവസന്നിധിയിൽ എരിഞ്ഞു പോകേണ്ടി വ്യക്തിയ, ദഹിച്ചു പോകേണ്ടിയതാ. എന്നാൽ നീ പ്രമാണത്തിന്റെ ഉള്ളിൽ വിശുദ്ധിയോട് നിൽക്കുമ്പോൾ നീ ദ്രവിച്ചു പോകാതെ, നീ ക്രമിച്ചു പോകാതെ ഈ കൽപ്പലകയുടെ നടുവിൽ ഈ പൊൻപാത്രം വെച്ചിരിക്കുക. അതിനകത്താണ് ഈ മണ്ണേറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ദ്രവിച്ചു പോകയില്ല. ഇതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? അഹരോന്റെ തളിർത്ത വടി എന്താണ്? അത് മോശയോട് പറയുകയാണ്, അഹരോനോട് പറയുകയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നീ ബലഹീനനാണ്, നീ ജഡത്തിൽ വസിക്കുന്നവനാണ്, പക്ഷേ നീ ഭാരപ്പെടണ്ട. നിന്റെ വടിയെ തളിർപ്പിക്കുന്നവൻ, ആരെല്ലാം പരിഹസിച്ചാലും നിന്ദിച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നിന്റെ വടിയെ ഒരൊറ്റ രാത്രി കൊണ്ട് തളിർപ്പിക്കാൻ കഴിയുന്നവനാണ് നിന്നെ വിളിച്ചവനായ ദൈവം. അതാണ് ഈ വടി. ഈ പെട്ടകത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അതാണ് ഈ പെട്ടകത്തിൽ വെച്ചിരിക്കുന്നത്. അതേസമയം മത്സരികൾക്കൊരു അടയാളമാണ് വടി. രണ്ടാമത് കൽപ്പലക വിളിച്ചു പറയുന്നു. എന്താണ് കൽപ്പലക വിളിച്ചു പറയുന്നത്? ഏതു സാഹചര്യത്തിലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് ആ കൽപ്പലക വിളിച്ചു പറയുമ്പോൾ സ്വത്രം
ജനത്തിന് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്. ഞാൻ എന്റെ സ്വന്തം കര കൊണ്ട് എഴുതി തന്ന കൽപ്പലക നീ ഉടച്ചു കളഞ്ഞു, നിന്റെ പാപം നിമിത്തം ഉടച്ചു കളഞ്ഞു എന്ന് നീ എപ്പോഴും ഓർത്തോണം. അതതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ശിക്ഷാവിധിയുടെ ഒരു വരിയാണ്. അടുത്തതായിക്ക് മന്നയിട്ട പൊൻപാത്രം, അതെന്താണ്? സ്വത്രം മരുഭൂമിയിൽ സ്വത്രം സ്വർഗത്തിൽ നിന്നും ശക്തന്മാരുടെ ഭക്ഷണം ഞാൻ നിനക്ക് തന്നു, നീ അത് ഭക്ഷിച്ചിട്ട് നീ പറഞ്ഞു ഇത് നിസ്സാരമാണെന്ന് പറഞ്ഞു, നീ എന്നോട് പിറുപിറുത്തു. ഈ 3 ഐറ്റം വെച്ചിട്ട് അതിന്റെ മുകളിൽ അതിന്റെ അടപ്പ് തങ്കം കൊണ്ട് അടുപ്പ് പടിയായി അടിച്ച് ഒരുക്കിയതായ 2.5 മുഴം നീളം 1.5 മുഴം വീതി, അതിന്റെ കനം പറഞ്ഞിട്ടില്ല. നിനക്ക് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ കനം ആർക്കും അളക്കാൻ കഴിയത്തില്ല. അത്രമാത്രം കനമുണ്ട് ദൈവത്തിന്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇന്ന് രാത്രി എന്നോടുള്ള എന്റെ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ആ കരം നെഞ്ചത്ത് വെച്ചിട്ട് പറയും, എന്നോടുള്ള ദൈവത്തിന്റെ കരുണ, അവന്റെ ദയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ എന്നോട് അത്ര വലുതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഇത്രയും സ്വത്രം ഈ 3 കൂട്ടം ഐറ്റം അതിനകത്ത് വെച്ചിട്ട് അതിന്റെ അടപ്പിന്റെ മുകളിൽ 2 കെരൂബുകൾ അപ്രയിപ്പുറമുണ്ട്. ആ കെരൂബുകളുടെ സ്വത്രം നടുവിലാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. സത്യത്തിൽ സ്വത്രം ആ അടപ്പിന് എന്താണ് പറയേണ്ടത്? സ്വത്രം മനുഷ്യന്റെ ദൈവം നടത്തിക്കൊണ്ടുവന്ന മനുഷ്യന്റെ പരാജയം, അവൻ മത്സരിച്ചത്, അവൻ പിറുപിറുത്തത്, അവൻ കൽപ്പലക ഉടച്ചു കളഞ്ഞത്, ഇത് ന്യായാസനമാണ് വെക്കേണ്ടത്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ന്യായാസനമല്ല വെച്ചത്, കൃപാസനം കൊണ്ടതിനെ അടച്ചു. അവന്റെ കൃപ കൊണ്ട് ആ പെട്ടകത്തെ അടച്ചു. അതാണ് കൃപാസനത്തിന്റെ മുമ്പിൽ നടുവിൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അതുകൊണ്ട് ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ യേശുക്രിസ്തു ദേഹമെന്ന തിരശ്ശീല നിനക്കായി ചിന്തിയിരിക്കുന്നു. ഈ കർട്ടൻ കിടക്കുന്നിടത്തോളം അകത്തെ ഈ അതിപരിശുദ്ധ സ്ഥലം ഒരു സാധാരണക്കാരനോ ആർക്കും കാണാൻ കഴിയത്തില്ല. അതിപരിശുദ്ധ സ്ഥലം ഒരു സാധാരണ പുരോഹിതനെ കാണാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തു ബലഹീനനെ പോലെ കാൽവരി ക്രൂശിൽ ശിക്ഷിക്കപ്പെട്ടവനായി ഉരിമജാലുപോൽ ഉതറക്കപ്പെട്ട് മുൾക്കിരീടം ധരിച്ച് അർത്ഥനന്ദനായി തുപ്പലും അടിയും നിന്നേറ്റവനായി ബലഹീനനെ പോലെ കിടന്നുകൊണ്ട് എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വത്രം മനുഷ്യവർഗത്തിനു വേണ്ടി പ്രാണനെ വിട്ടപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം കീറി. മനുഷ്യൻ കീറിയതല്ല, സർവശക്തൻ മുകളിൽ നിന്ന് അടിവരെ കീറി. ഇനി പുരോഹിതനെന്ന് വ്യത്യാസമില്ല, സാധാരണക്കാരന് വ്യത്യാസമില്ല. ആർക്കും ധൈര്യത്തോടെ യേശുക്രിസ്തുവിന്റെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാൻ അവൻ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി ഒരു പുതുവഴി തുറന്നു തന്നു. സ്തോത്രം. ഇതിന്റെ ആഴങ്ങൾ അറിയാതെ പലപ്പോഴും ജീവിത സുഖത്തിൽ അല്പം നന്മ നഷ്ടപ്പെടുമ്പോൾ, അല്പം സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നാം അസ്വസ്ഥപ്പെടുന്നു. നാം നാട്ടിൽ കിടന്ന് നമ്മെ ഈ അന്യരാജ്യത്തൊക്കെ കൊണ്ടുവന്ന് ശ്രേഷ്ഠമായ അവസ്ഥ തന്നിട്ട് ജോലിയിൽ ഒരു ദിവസത്തെ പ്രയാസമുണ്ടായാൽ നാം പലപ്പോഴും നിരാശപ്പെടും. എന്നാൽ ഇന്നുവരെ നടത്തിയ ദൈവം മേലാലും എൻ്റെ ദൈവമാണെന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ എൻ്റെ തലമുറയെ ഓർക്കുന്ന ദൈവമാണ്, അവൻ എൻ്റെ തുണയാളിയെ ഓർക്കുന്ന ദൈവമാണെന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നു. യൂദായുടെ ലേഖനം നാം ഓർക്കണം, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി കരയറ്റണം, നാം അവനെ സ്തുതിക്കണം. സ്തോത്രം. ഞാൻ സാഹചര്യം കൊണ്ട് അത് പറഞ്ഞതാണ്. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. ഈ 4-ാം അധ്യായത്തിൽ അവന്റെ സ്തോത്രം ആ കർത്താവ് യോഹന്നാനെ വിളിച്ചു കയറ്റി കർത്താവിനെ കുറിച്ചുള്ള അവിടെ ആരാധനയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. തുടർന്ന് കാണുന്നത്, ആദ്യം അവിടേക്ക് നാം ചെല്ലുമ്പോൾ കാണുന്നത്
സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ആ പൊൻകിരീടം തലയിൽ വെച്ച് 24 സിംഹാസനത്തിലിരുന്ന് 24 മൂപ്പന്മാർ അവനെ പൊൻകിരീടം തലയിൽ വെച്ച് ആരാധിക്കുന്നു. 4 ജീവികൾ വിശ്രമം കൂടാതെ രാപകലില്ലാതെ, സ്തോത്രം, രാത്രിയെന്നും പകലെന്നില്ലാതെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആദ്യം നാം ചെല്ലുമ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യെരൂശലേം ദേവാലയത്തിൽ 7 ഐറ്റമാണുള്ളത്. 1 സ്തോത്രം യാഗപീഠം, 2 താമ്രത്തൊട്ടി, ഇത് രണ്ടും സ്തോത്രം പ്രാകാരത്തിലിരിക്കുന്നു. 3 ഐറ്റം പരിശുദ്ധ സ്ഥലത്തിരിക്കുന്നു. അതെന്തൊക്കെയാണ്? കവരവിളക്ക്, കാഴ്ചപ്പത്തൻ മേശ, സ്തോത്രം ധൂപപീഠം. ഇപ്പം 3 ഐറ്റം അവിടെ ഇരിക്കുന്നു. ഇപ്പം 3 5 ആയി. അകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് 2 സ്ഥാനം ഇരിക്കുന്നു. അതേതൊക്കെയാണ്? സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം കൃപാസനവും, ഹല്ലേലൂയ, കർത്താവ് വെളിപ്പെടുന്ന കൃപാസനവും അതിപരിശുദ്ധ സ്ഥലം. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നാം ആദ്യം കാണുന്നത്, സ്തോത്രം, നോക്കണം, സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സ്തോത്രം. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന് 24 മൂപ്പന്മാർ. സ്തോത്രം. 4 ജീവികൾ. അവർ എന്ത് ചെയ്യുന്നു? രാപകൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നാം 4-ാം അധ്യായത്തിൽ കണ്ടത്. ഈ ആരാധന അവിടെ 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇതാണ് സ്തോത്രം. 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം അത് ചിന്തിച്ചതാണ്. 5-ാം അധ്യായത്തിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ ഒരു പുസ്തകം, അകത്തും പുറത്തും മുദ്രയുള്ളതായൊരു പുസ്തകം. ഞാൻ അതൊക്കെ ചിന്തിച്ചു. എന്താണ് അകത്തും മുഖത്തും പുറത്തും മുദ്രയുള്ള പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഏഴ് മുദ്ര കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചു. ഇത് സാധാരണ പുസ്തകമല്ല. ഇത് സ്തോത്രം വിശുദ്ധന്മാരുടെ മഹത്വത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാ. അതേസമയം ദുഷ്ടന്റെ ന്യായവിധിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാ. ഇത് ഒരേ സമയത്ത് നടക്കേണ്ടതാ. ഇത് ഒരേ സമയത്ത് ഭൂമിയിലും സ്വർഗത്തിലും നടക്കുന്നതാ. സ്തോത്രം. അതുകൊണ്ട് ഇത് അകത്തും പുറത്തും അത് എഴുതിയിരിക്കുന്നു. തന്നെയുമല്ല, ഇത് സാധാരണക്കാരൻ ആർക്കും ഇത് തുറക്കാൻ കഴിയാത്ത വണ്ണം 7 മുദ്ര കൊണ്ട് മുദ്ര ചെയ്തിരിക്കുന്നു. കാര്യം എന്താണ്? സ്തോത്രം. ദൂതന്മാര് വിശുദ്ധന്മാരാണ്, മൂപ്പന്മാര് വിശുദ്ധന്മാരാണ്. പക്ഷെ അവർക്ക് ഇത് തുറക്കാൻ കഴിയത്തില്ല. കാര്യമെന്താ? മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും വിഷയമനകത്ത് എഴുതിയിരിക്കുന്നു. കാരണം എന്താ? അപ്പം മരിച്ചതും ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്ത ഒരുവന് മാത്രമേ ഇത് തുറക്കാൻ കഴിയത്തുള്ളൂ. സകലത്തിനും അധികാരിയായി ആ ശക്തി പ്രാപിച്ചവൻ മാത്രമേ. അതാണ് നാം വായിക്കുന്നത്. സ്തോത്രം. ഇത് കാണാഞ്ഞിട്ട് തന്റെ വിശുദ്ധന്മാരുടെ മഹത്വത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന, അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ അവസ്ഥ കാണാൻ കഴിയാഞ്ഞിട്ട്, ഇത് തുറക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, സ്തോത്രം, യോഹന്നാൻ വാവിട്ട് നിലവിളിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ നമ്മുടെ പ്രതിനിധിയാ, ദൈവസഭയുടെ പ്രതിനിധിയാ. നാം അവിടെ ചെല്ലുന്നതിന് മുൻപായി നമുക്ക് പകരമായി യോഹന്നാൻ അവിടെ വിളിച്ചു കയറ്റിയിരിക്കുക. അവനത് കണ്ടപ്പോൾ, അയ്യോ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് തുറന്ന് ആ നന്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഈ പുസ്തകം തുറപ്പാൻ ആരെ കണ്ടില്ലല്ലോ എന്ന് കണ്ടപ്പോൾ യോഹന്നാൻ കരഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ദൈവ പൈതലെ, നീ പാർക്കുന്ന ദേശത്ത് നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സർവശക്തനെ ദൈവത്തിന്റെ നന്മ ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ പട്ടണത്തിൽ, ഞങ്ങളുടെ രാജ്യത്ത് വരുവാൻ തക്കവണ്ണം അഭിഷക്തന്മാരെ, ശ്രേഷ്ഠന്മാരെ, വിശുദ്ധന്മാരെ, ഭക്തന്മാരെ നീ എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ പട്ടണത്തിൽ വരട്ടെ, ഞങ്ങളുടെ ദേശത്ത് വരട്ടെ. ഇത് നാം കരയണം, ഇത് നാം പ്രാർത്ഥിക്കണം. യോഹന്നാൻ വാവിട്ട് നിലവിളിച്ചെങ്കിൽ, നമ്മുടെ പ്രതിനിധിയായ യോഹന്നാൻ വാവിട്ട് നിലവിളിച്ചെങ്കിൽ സഭ കരയണം, സഭ നിലവിളിക്കണം. ഇങ്ങനെ വായിക്കുന്നു, നീ പാർക്കുന്ന ദേശം ഏതായാലും അവിടെ നന്മയുണ്ടെങ്കിൽ നിനക്ക് നന്മയുണ്ട്, അവിടെ നന്മയില്ലെങ്കിൽ നിനക്കൊരു നന്മയുമില്ല. അപ്പൊ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. എന്റെ ദേശത്ത് ഭക്തന്മാർ എഴുന്നേൽക്കട്ടെ, വിശ്വസ്തന്മാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, വെളിപ്പാടുള്ളവർ എഴുന്നേൽക്കട്ടെ. എന്റെ ദേശത്ത് വെളിപ്പാടുള്ളവനെ ഞാൻ പരിഹസിക്കത്തില്ല.
ദർശനമുള്ളവരെ ഞാൻ നിന്ദിക്കത്തില്ല, പ്രവചനമുള്ളവരെ ഞാൻ നിന്ദിക്കത്തില്ല. എന്റെ ദേശം അനുഗ്രഹിക്കട്ടെ, എന്റെ ചുറ്റുപാട് മുഴുവനും വിശ്വാസ ഭവനം കൊണ്ട് നിറയട്ടെ. സ്തോത്രം. അവിടെയെല്ലാം ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഞാൻ വലിയ നടന്നു പോകുമ്പോൾ എന്റെ കർത്താവിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കട്ടെ, കർത്താവിനോട് കരയുന്നത് കേൾക്കട്ടെ, പ്രസംഗിക്കുന്നത് കേൾക്കട്ടെ. ഒരു കാലത്ത് അപ്പച്ചന്മാരുള്ള സമയം ഓടിട്ട വീടില്ലായിരുന്നു, മച്ചിട്ട വീടില്ലായിരുന്നു, വാർപ്പ് കെട്ടിടമില്ലായിരുന്നു, 2 നിലയില്ലായിരുന്നു, ഓല കെട്ടിടമുണ്ടായിരുന്നു, ചെറ്റയുള്ള കെട്ടിടം വീടുണ്ടായിരുന്നു. അതിന്റെ നടുവിന്നു ശ്രീയേശു നാമം, അതിശയ നാമം എന്നുള്ള വാക്ക് ഓരോ ചവിട്ടടി നടക്കുമ്പോൾ ഓരോ ഭവനത്തിൽ കേൾക്കുമായിരുന്നു. അന്ന് മനുഷ്യവാസം കുറവായിരുന്നു, അന്ന് ദേശത്ത് പന്നിയില്ലായിരുന്നു. ഇന്ന് മനുഷ്യവാസം കൂടി, പന്നി ഇറങ്ങി. നാം പുറകോട്ട് മുൻപോട്ട് ചിന്തിച്ചു വരുമ്പോൾ അതിന്റെ കാരണം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഞാൻ നിന്നെ മുടിച്ചു കളയുമെന്ന്. നാം ഒക്കെ പാർക്കുന്ന ദേശത്ത് വരെയായി കാട്ടുമൃഗങ്ങളെ കൊണ്ടായി. അതിനെ കൊല്ലരുത്, മനുഷ്യനെ കൊന്നാൽ ഒരു പ്രശ്നവുമില്ല, കാട്ടുമൃഗങ്ങളെ ഒന്നും കൊല്ലരുതെന്ന് അതിനെ സംരക്ഷണ ചെയ്യുവാൻ അധികാരികൾ പുറത്തു വന്നു. ഇതൊക്കെ കാണുമ്പോൾ നാം ഗ്രഹിച്ചു കൊള്ളണം, എന്റെ അരുമനാഥൻ പറഞ്ഞത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ വാതിക്കലായിരിക്കുന്നു. ദൈവവേദനയിലെ ഇത് അക്രൈസ്തവരായിട്ടുള്ളവർക്കൊക്കെ ഒന്നും അത്രത്തോളം മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? നമ്മളല്ലേ പ്രാർത്ഥിക്കേണ്ടത്, നമ്മളല്ലേ ഈ വിഷയം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണം, ഈ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും ആരെ കാണാഞ്ഞതുകൊണ്ട് അവൻ വാവിട്ട് നിലവിളിച്ചു. സ്തോത്രം. 5-ാം അധ്യായമാണ് 5:5. അപ്പോൾ മൂപ്പന്മാരോരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ സ്തോത്രം ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ വ്യക്തിയെ കാണുവാനായി യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കാണുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ മാർവോട് ചാരിയവൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് 5-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. ഏറിയ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. ആ പുത്രന്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുത്രന്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 4-ാം അധ്യായം സ്തോത്രം പിതാവിനെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് 4-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്നെഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായം പുത്രന്റെ മഹത്വത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ പുത്രന്റെ മഹത്വത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് നാം പറയുമ്പോൾ നാം വായിക്കണം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കിക്കേ. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ. അവിടെ നിന്നില്ലേ, ഇത് പിതാവിനെ കുറിച്ചാ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, 1-ന്റെ ചാപ്റ്റർ 1 ഒന്ന് ബാക്കിലോട്ട് പോണേ. അതിന് 4-5 വാക്യം നോക്കിയേ. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചൊരു ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തു. കണ്ടോ? അപ്പൊ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാണ്? യേശു കർത്താവാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ സ്തോത്രം 7 മുദ്ര പൊട്ടിച്ച് ആ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച്
7 പ്രത്യേകത പറഞ്ഞ് അവിടെ നിർത്തി. ശക്തിയും ധനവും, കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. 7 കൂട്ടം കാര്യമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണനാണെന്ന്. ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം. അവനെയാണ് ആരാധിക്കുന്നത്. സ്തോത്രം. ഈ ഭാഗം വരെ നാം ചിന്തിച്ചതാണ്. ഇനി 6-ന്റെ 1-2 വാക്യം വായിക്കാം. 6-ന്റെ 1-2 വാക്യം. കുഞ്ഞാണ്ട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരികയെന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. മതി. അപ്പൊ 1-ാം മുദ്ര പൊട്ടിച്ചു. സ്തോത്രം. ഇനി നോക്കിയേ അതിന്റെ 2-ാം മുദ്ര, 3-ാം വാക്യം നോക്കിയേ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. മതി. 6-ന്റെ 4-ൽ 3-ാം മുദ്ര പൊട്ടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ചുവന്ന കുതിര. വീണ്ടും 6-ന്റെ 5-ൽ സ്തോത്രം 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര. സ്തോത്രം. 6-ന്റെ 8-ൽ 4-ാം മുദ്ര പൊട്ടിച്ചു, മഞ്ഞ നിറമുള്ള കുതിര. ഇപ്പൊ എത്ര മുദ്ര പൊട്ടിച്ചു? 4 മുദ്ര പൊട്ടിച്ചു. ടോട്ടൽ എത്ര മുദ്രയാണുള്ളത്? 7 മുദ്രയാണുള്ളത്. 4 പൊട്ടിച്ചു. അപ്പം 1-ാമത്തെ മുദ്ര പൊട്ടിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരേ സമയത്ത് സ്തോത്രം ദുഷ്ടന് ഈ ഭൂമി നടക്കേണ്ട ന്യായവിധിയും ദൈവമക്കളുടെ അവസ്ഥയും, ഒരേ സമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യം, ഭൂമി നടക്കുന്ന കാര്യം. ഇതാണ് അകത്തും പുറത്തും മുദ്രയുള്ളതായ പുസ്തകം. അപ്പൊ ഇവിടെ നിങ്ങളിനിയും അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ഇവിടെ 1-ാം വാക്യം നോക്കിയേ. കുഞ്ഞാണ് മുദ്രയിൽ 1 പൊട്ടിച്ചപ്പോൾ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, വരിക, നീ വരിക എന്ന് അവരോട് പറയുന്നത് കേൾക്കണം. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയേ. 6-ാം അധ്യായം. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ധാരോടാ പറഞ്ഞത് 4 ജീവികളിൽ 1 പറഞ്ഞത്. നീ വരിക എന്ന് പറഞ്ഞത് 4 ജീവികളിൽ 1. പക്ഷെ ആരോടാണ് പറഞ്ഞത്? എടുത്ത് നിങ്ങൾ നോട് നോക്കാട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ 1 ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിര കണ്ടു. അപ്പോൾ ഈ പറഞ്ഞതാരോടാണ്? ഇവിടെ വെള്ളക്കുതിര കണ്ടു എന്ന് പറയുമ്പോൾ അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. വില്ലുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ നമുക്കറിയത്തില്ല. നമുക്കറിയാം, വില്ലുണ്ടെങ്കിൽ എന്തുകൂടെ വേണമായിരുന്നു? അമ്പൂടെ വേണമായിരുന്നു. അമ്പ അവന്റെ കയ്യിൽ ഇല്ല. 2, അവന് കിരീടം ലഭിച്ചു. അവൻ ആരോ കൊടുത്ത കിരീടമാണ്. സ്തോത്രം. 3, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും അവന്റെ ആഗ്രഹമാണ് ജയിക്കണമെന്ന്. അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുദ്രയൊന്ന് പൊട്ടിച്ചപ്പോൾ എതിർ ക്രിസ്തുവാണ് വെളിപ്പെടുന്നത്. എന്താ കാര്യം? ക്രിസ്തു ഇവിടുന്ന് മാറ്റപ്പെട്ടു. എന്താ കാര്യം? ദൈവമക്കൾ ഇവിടുന്ന് മാറ്റപ്പെട്ടു. എന്താ കാര്യം? പരിശുദ്ധാത്മ ഇവിടുന്ന് മാറ്റപ്പെട്ടു. എന്താ കാര്യം? സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ല, സഭയില്ല, ദൈവമക്കളുടെ സാന്നിധ്യമില്ല. സ്തോത്രം. ഇത്രയും മാറ്റപ്പെട്ടപ്പോൾ കുറെ നാളായിട്ട് സ്തോത്രം ഉടുപ്പ് തയ്ച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആരാ? സ്തോത്രം, സാത്താൻ. ഈ ലോകം മുഴുവനും എന്റേതാ, നീ വീടെന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം എന്നൊക്കെ കർത്താവിനോടും പറഞ്ഞതാ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇപ്പോൾ അവൻ അവസരം ലഭിച്ചു. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യാണ്? വരിക എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ വെളിപ്പെടുന്നത്. അവൻ വ്യാജേന വെളിപ്പെടുകയാണ്. സ്തോത്രം. 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഥാർത്ഥ ക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. ആ ക്രിസ്തു നമ്മുടെ കർത്താവ് വെള്ളക്കുതിരപ്പുറത്താ വരുന്നത്. പക്ഷെ ഇവിടെ അവൻ വ്യാജേന വെള്ളക്കുതിരപ്പുറത്ത് വരികയാണ്.
ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ അവൻ വെളിപ്പെടാഞ്ഞത് എന്താണ്? സ്തോത്രം. ഇതുവരെ വെളിപ്പെടാതെ പെട്ടെന്ന് അവൻ വെളിപ്പെട്ടു. സ്തോത്രം. പെട്ടെന്ന് വെളിപ്പെടാനുള്ള കാര്യം എന്താണ്? സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. 2 തെസ്സലോനിക്കർക്ക് ഈ ലേഖനം, 2 Thessalonians chapter 2 verse 6 and 7. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം. കേട്ടോ, ഇതുവരെ തടുക്കുകയായിരുന്നു. 2-3 വായിച്ചേ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും. കണ്ടോ, യേശു കർത്താവ് ഇവിടുന്ന് ഉയർത്തപ്പെട്ട സമയത്ത് തന്നെ, ഇവിടുന്ന് സഭയെ എടുത്ത സമയത്ത് തന്നെ, സ്തോത്രം, അവൻ വെളിപ്പെടുകയാണ്. സ്തോത്രം. അതെന്താ ഇപ്പോൾ അവൻ വെളിപ്പെടുന്നതിന്റെ കാര്യം നോക്കിയേ. അതിന്റെ 2-9 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തി, വ്യാജമായിട്ടാണ് അവൻ വെളിപ്പെടുന്നത്. അവൻ വരുന്നത് വെള്ളക്കുതിരപ്പുറത്താണ്. അവനെ കണ്ടാൽ ക്രിസ്തുവിന്റെ വേഷം ധരിച്ചാണ് വരുന്നത്. വെളിച്ചദൂതന്റെ വേഷമാണ് അവൻ. വ്യാജേനയാണോ വരുന്നത്? എന്നിട്ട് വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. കണ്ടോ, അപ്പൊ അടയാളമുണ്ട്, അത്ഭുതമുണ്ട്, അനീതിയുടെ സകല വഞ്ചനയുണ്ട്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം. അത് നമ്മളെ കുറിച്ച് പറയുക, ഈ ലോകത്തിലുള്ള മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. ഇത്രയുമൊക്കെ ക്രിസ്തു ഭൂമിയിൽ വന്നു, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നിനക്ക് ദൈവത്തിന്റെ ആലോചന നിന്നെ അറിയിക്കുന്നു. അവർ രക്ഷിക്കപ്പെടാതെ വണ്ണം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. കണ്ടോ, ദൈവം തന്നെ നിനക്ക് സമയം തന്നിട്ട് നീ അവനെ വേണ്ടവണ്ണം കൈക്കൊള്ളുന്നില്ലെങ്കിൽ നീ ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം അയക്കുന്നു. പിന്നെ നീ വ്യാജമങ്ങ് വിശ്വസിക്കും. അപ്പൊ നമ്മൾ സത്യത്തെ വിശ്വസിക്കണം, സത്യത്തെ അനുസരിക്കണം. സ്തോത്രം. പിശാചിനറിയാം അവനൊരു അല്പകാലമേ ഉള്ളെന്ന്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8:29 സമയത്തിന് മുൻപേ, മാത്യു ചാപ്റ്റർ 8:29 എടുക്കണമെന്നില്ല. സ്തോത്രം. സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നുവോ? അപ്പൊ ഇതുവരെ തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം എതിർ ക്രിസ്തു വെളിപ്പെടുകയാണ്. ആ എതിർ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടണം. പിന്നെ 1-ാം മുദ്ര ക്രിസ്തു പൊട്ടിക്കണം. അപ്പൊ ദൈവവൈതലേ, പിശാച് എന്തെല്ലാം ചെയ്താലും ദൈവം അനുവദിക്കാതെ, നമ്മുടെ കർത്താവ് അനുവദിക്കാതെ നിനക്കെതിരെ ഒരു ദുഷ്ടന് ചലിക്കാൻ കഴിയത്തില്ല. നിന്റെ നന്മയ്ക്കെതിരെ നീ പാർക്കുന്ന ഇടത്ത് വരുവാൻ ദൈവം അനുവദിക്കാതെ കഴിയത്തില്ല. ഇപ്പോൾ തന്നെ ഈ ബാർകോഡും ഈ സ്തോത്രം ചിപ്പ് ഇതുപോലുള്ളതൊക്കെ ഒരുക്കി വെക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവം അനുവദിച്ച് ഇവിടെ നിന്നും പരിശുദ്ധാത്മാവ് സഭയെ എടുത്തതിനു ശേഷം മാത്രമേ അത് വ്യാപരിക്കത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി വിശ്വസിക്കണം, എന്തെല്ലാം പിശാചിന്റെ കയ്യിലുണ്ടെങ്കിലും, ആരെല്ലാം എന്തെല്ലാം ഉണ്ടെങ്കിലും, ഏതെല്ലാം രാജ്യങ്ങളിൽ അനുഭവമുണ്ടെന്ന് പറഞ്ഞാലും എന്റെ ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും കഴിയത്തില്ല. ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് നിന്നെ ഒരു ജോലി സ്ഥലത്ത് വെച്ചിരിക്കുന്നെങ്കിൽ, നിന്നെ ഒരിടത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ അവിടെ നിന്നും പറിച്ചു കളയുവാനോ ഒന്നും ദൈവം അനുവദിക്കാതെ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. നോക്കണം, ഇപ്പോൾ അങ്ങനെയാണ്. അവൻ വ്യാജേന എതിർ ക്രിസ്തു വെളിപ്പെട്ടു. ഞാൻ പെട്ടെന്ന് പോകട്ടെ. അപ്പൊ ഈ ഭാഗം മുതൽ നമ്മള്
അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിലില്ല. രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയോട് ജീവിക്കുന്ന ദൈവമൈതൽ ഈ സമയത്ത് കർത്താവിനോടൊപ്പം ഒന്നിച്ച് അവൻ നമ്മെ എവിടെ നിന്നും എടുത്തിരിക്കുകയാണ്. മധ്യാകാശത്ത് അവനോടൊപ്പം നാം കഴിയുകയാണ്. ആ സമയത്ത് 7 വർഷം ഈ ഭൂമി നടക്കുന്ന മഹോദ്രവമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം നിയന്ത്രണം കർത്താവ് തന്നെയാണ്. 2-ാം മുദ്ര പൊട്ടിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് സ്തോത്രം. അപ്പം ഇവിടെ വരിക എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിന് ദൈവം സമയം വിട്ടുകൊടുത്തിരിക്കുക. ആ പിശാച് 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പിശാചാണ് എതിർ ക്രിസ്തുവിന് ശക്തി കൊടുക്കുന്നത്. 13-ന്റെ 1-2 വാക്യമൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഈ പിശാച് എതിർ ക്രിസ്തു, പിശാച് എന്ന് പറയുന്ന സാത്താൻ എന്ന് പറയുന്നവൻ ഒരു ദുഷ്ടയാത്മാവാണ്. നമ്മളതൊക്കെ ചിന്തിച്ചതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദൂതനാണ്. അവൻ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവന് നഷ്ടപ്പെട്ട് ദൈവസന്നിധി അവനെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താനായി. പക്ഷെങ്കിൽ ഇവിടെ ഭൂമിയിൽ നാം പാർക്കുകയാണ്. അപ്പൊ നമ്മുടെ നടുവിൽ പ്രവർത്തിക്കണമെങ്കിൽ അവന് ഒരു ശരീരം വേണം. ആ ശരീരത്തിന് അവൻ ഒരു മനുഷ്യനെ സ്തോത്രം എന്ത് ചെയ്യാം, വശീകരിക്കുകയാണ്. അവനാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളെ പോലെ ശരീരത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി. ഈ ഭൂമിയിൽ ഒരു പിതാവിനും മാതാവിനും ജനിച്ച ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് പിശാച് ശക്തി കൊടുക്കുകയാണ്. പിശാച് ചെയ്യുവാനുള്ള കാര്യം അവനെ കൊണ്ട് ചെയ്യിക്കുവാൻ അവന് അധികാരവും ശക്തിയും കൊടുത്തു. നിങ്ങൾ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13-ന്റെ 1-2 വാക്യം നോക്കിക്കേ. സ്തോത്രം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. പുള്ളിപ്പുലിക്ക് സദൃശവും. നമ്മള് അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ് ഈ സമുദ്രം എന്ന് പറയുന്ന മനുഷ്യവർഗമാണ്, ലോകത്തിലുള്ള മനുഷ്യവർഗം. അതൊക്കെ നമ്മൾ അതിലേക്ക് ഇനി തെളിയിച്ചു വരും. ആ മനുഷ്യവർഗത്തിന്റെ നടുവിൽ നിന്ന് കയറി വരുന്നത് അതാണ് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തി കണ്ടോ. അതിന് മഹാസർപ്പം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഈ പിശാച്, പഴയ പാമ്പാകുന്ന ഈ പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ത് ചെയ്യുന്നു, അവന്റെ ശക്തിയും തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. സിംഹാസനവും ഈ ഭൂമിയിൽ സിംഹാസനവും വലിയ അധികാരവും പിശാച് അവന് കൊടുക്കുകയാണ്, എതിർ ക്രിസ്തു. അപ്പൊ അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താൻ, പക്ഷെ മുന്നിൽ നിൽക്കുന്ന കാണുന്നത് എതിർ ക്രിസ്തു. ഞാൻ ഇന്നാളി പറഞ്ഞു, അന്തി ക്രിസ്തു എന്ന് പറയരുത്, അവനെ എതിർ ക്രിസ്തു എന്ന് തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞു. നാളെ പറഞ്ഞു വെളിപ്പാട് പുസ്തകം എന്ന് പറയണം, വെളിപാടെന്ന് പറയരുത്, വെളിപ്പാടെന്ന് പറയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം എതിർ ക്രിസ്തു എന്ന് തന്നെ പറയണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെതിരെ ഇട്ട് നിൽക്കുന്നവൻ. സ്തോത്രം. അന്തി ക്രിസ്തു എന്ന് പറയുമ്പോൾ എന്തോ അവസാനത്തെ ക്രിസ്തു എന്നല്ലേ? അവൻ അവസാനത്തെ ക്രിസ്തു അല്ല, നമ്മൾ യഥാർത്ഥമായ ക്രിസ്തുവിനെ എതിരായി നിൽക്കുന്നവൻ എതിർ ക്രിസ്തു. അപ്പം സ്തോത്രം ഇവിടെ അതാണ് നാം ചിന്തിച്ചത്. അപ്പം 1-ാമത്തെ മുദ്ര പൊട്ടിച്ചു, അവൻ പുറത്തു വന്നു. ഇനി 2-ാമത്തെ മുദ്ര പെട്ടെന്ന് വായിച്ചാട്ടെ. അതിന് 3-ാമത്തെ വാക്യം, 6-ന്റെ 3-ഉം 4-ഉം വാക്യം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. സ്തോത്രം. അപ്പം ആദ്യം അവൻ വ്യാജേന വെള്ളക്കുതിരയുടെ പുറത്ത് വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവന്റെ വില്ലുണ്ട്, ഇതെല്ലാം സാദൃശ്യമാണ്. എന്നാൽ അവന്റെ അമ്പില്ല. സ്തോത്രം. അവനെന്ത് ചെയ്തു? അവനെ ജയിക്കുന്നവനായും ജയിപ്പാനുമായി പുറപ്പെട്ടിരിക്കുക എതിർ ക്രിസ്തു. ഇപ്പം വീണ്ടും സ്തോത്രം നമ്മൾ ചിന്തിച്ചു 19-ാം അധ്യായത്തിൽ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ കാര്യം നമ്മൾ കാണുന്നു. ഇവിടെ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര, ചുവന്നതെന്ന് നമുക്കറിയാം ഒരു അപകട സൂചനയാണ്. രക്തം ചൊരിയുവാനായി അവന്റെ എന്തുകൂടെ കിട്ടി? അവന് ഒരു വാളൂടെ കിട്ടി. നോക്കിയേ, അവനൊരു വാള് കിട്ടി. സ്തോത്രം. അപ്പം യുദ്ധങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ.
ഒന്നിനു പുറകെ ഒന്നായി. എന്നിട്ട് അവന് അധികാരം കിട്ടി. എതിർ ക്രിസ്തുവിന്റെ ഭരണമാ, മഹോദ്രവം തുടങ്ങിയിരിക്കുക. സ്തോത്രം. ഇപ്പൊ ഈ ഒന്നാം മുദ്ര പൊട്ടിച്ചിട്ട് വിറ്റദോസിയല്ല രണ്ടാം മുദ്ര പൊട്ടിക്കുന്നേ. അത് നമ്മൾ ഓർത്തോണം. എന്ത് ചെയ്തു? അവൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഭൂമിയിൽ നിന്ന് എന്ത് മാറി? സമാധാനം മാറി. ഇന്നു രാത്രി നാം എന്തെങ്കിലും സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അപ്പം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അതിന് അധികാരം കിട്ടി. തന്നെയുമല്ല, രക്തം ചൊരിയുവാൻ സമാധാനത്തിന്റെ വക്താവ് എന്ന രീതിയിലാണ് അവൻ വന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? സ്വഭാവം മാറി തുടങ്ങി. 7 വർഷം അതിനകത്ത് സ്തോത്രം. ആദ്യം അവൻ ലോകരാജ്യങ്ങളെല്ലാം വശീകരിച്ചു. എല്ലാവരെയും വശീകരിച്ച് അവൻ സിംഹാസനത്തിലായി, അവന്റെ കയ്യിൽ ഭരണമായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കാര്യങ്ങൾ മാറ്റി പിടിക്കാൻ തുടങ്ങി. വീണ്ടും സ്തോത്രം. അതിന്റെ 5-ാമത്തെ വാക്യം നോക്കിയേ. സ്തോത്രം. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി അപ്പം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ നോക്കണം. ഇപ്പൊ ഇവിടെ മൂന്നാം മുദ്ര പൊട്ടിക്കുകയാണ്. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര. നമുക്കറിയാം കറുപ്പ് എവിടെ ഉപയോഗിക്കുന്നേ? ദുഃഖത്തെ കാണിക്കുന്നു. സ്തോത്രം. ദുഃഖത്തെ കാണിക്കുകയാണ്. കറുത്ത കുതിര. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് റേഷ്യനാണ്. 1 പണത്തിന് 1 ഇടങ്ങരി കോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങരി യവം. റേഷ്യനാണ്. ക്ഷാമം, ഭൂകമ്പം, അളന്നു കൊടുക്കുന്ന അനുഭവം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, വീഞ്ഞിനും എണ്ണയ്ക്കും എന്ത് ചെയ്യരുത്? കേടുവരുത്തരുത്. ബാക്കി മുഴുവനും അളവാണ്. സ്തോത്രം. ഇവിടെ എന്ത് ചെയ്തു? സ്തോത്രം. യുദ്ധം ആരംഭിച്ചു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രക്തം നിറമുള്ള ചുവപ്പ് കുതിര യുദ്ധം ആരംഭിച്ചു. തമ്മിൽ സമാധാനം എടുത്തു കളഞ്ഞു. ക്ഷാമം ആരംഭിച്ചു. സ്തോത്രം. ദുഃഖം ആരംഭിച്ചു. ഭക്ഷണമില്ല, ക്ഷാമമില്ല, മഹാവ്യാധിയായി. പിന്നെ എണ്ണയ്ക്കും വീഞ്ഞിനും മാത്രം കേടുവരുത്തരുത്. എന്താ? യുദ്ധത്തിന് നിൽക്കുന്നവർ അവർക്ക് ഇതെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എതിർ ക്രിസ്തുവിന്റെ പ്ലാൻ. വീണ്ടും എന്റെ 7-ാമത്തെ വാക്യം നോക്കിക്കേ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിക്കും. കണ്ടോ? കാലാംശം എന്ന് പറഞ്ഞാൽ 4-1. സ്തോത്രം. 4-1 സ്തോത്രം നീക്കിക്കളയുവാൻ സകലത്തുമേലും അധികാരം കിട്ടി. അവന്റെ കളർ തന്നെ മഞ്ഞ, മരണമെന്ന. സ്തോത്രം. മരണത്തിന് സ്തോത്രം മഞ്ഞ നിറമുള്ള കുതിര. മരണത്തിന്റെ മുന്നറിയിപ്പ്. പെയിൽ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ പെയിലായിട്ടിരിക്കുന്ന പോലെ. സ്തോത്രം. എന്ത് ചെയ്തു? യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി. അങ്ങനെ എന്ത് ചെയ്തു? അനേകര് മരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോണം. ഇത് ഓരോ ദിവസം നടക്കുന്നതല്ല. ഓരോ ദിവസം നടക്കുന്ന കാര്യമല്ല. ദൈവവേദനയിലെ വല്ല വിധേനയും കാഹളം കേൾക്കുമ്പോൾ നാം എടുക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. കർത്താവ് പറഞ്ഞു, നിന്റെ പ്രതിയോഗിയോട് കൂടെ അധികാരികളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ നീ നിരന്നുകൊള്ളണം. ഇല്ലെങ്കിൽ അധികാരി നിന്നെ അവസാന നിമിഷം വരെ നിന്നെ ദണ്ഡിപ്പിക്കുന്നിടങ്ങളിൽ ഏൽപ്പിക്കും. വല്ല വിധേനയും ഏതു കാര്യത്തിലും ദൈവവചനത്തിൽ കാണുന്നത് പോലെ നമ്മൾ ആവോളം എന്തെല്ലാം ക്രമീകരണം വരുത്തണമോ ക്രമീകരണം വരുത്തി വല്ല വിധേനയും കാഹളം കേൾക്കുമ്പോൾ നാം എടുക്കപ്പെടണം. സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ നോക്കിയാൽ ഇതിനെ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന നോക്കിയേ. ജെരമ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-7 വാക്യം നോക്കിയേ. ഏത് മുഖവും വിളറി കാണും. ജെരമ്യാ ചാപ്റ്റർ 30 വേഴ്സ് 6 and 7. ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്താ?
ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. കണ്ടോ, ഇത് ഇസ്രായേലിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളായി പറയുന്നത്. സ്തോത്രം. അപ്പം ആ യാക്കോബിന്റെ കഷ്ടകാലം, ഏത് മുഖവും വാടിയിരിക്കുന്നു. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്ത്രീ പ്രസവിക്കുമോ അല്ല പുരുഷൻ പ്രസവിക്കുമോ, അത്രമാത്രം കഷ്ടകാലം. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. മാത്യു 24:21, ലൂക്ക് 21:10-11, യെഹെസ്കേൽ പ്രവചനം. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം നിങ്ങളൊന്ന് വാക്യം നോക്കിക്കേ. യെഹെസ്കേൽ ചാപ്റ്റർ 14:21. മറ്റേ പറഞ്ഞത് മാത്യു 24:21, ലൂക്ക് 21:10-11, ഇനി യെഹെസ്കേൽ 14:21. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ ക്വസ്റ്റ്യൻ മാർക്ക. ഇത് 4 കൂടെ അയച്ചാലോ? എന്തൊക്കെയാ 4 കാര്യം? വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി. ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത്, മഹോദ്രവത്തിന്റെ കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ മഹോദ്രവം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ന്യായവിധി, എതിർ ക്രിസ്തു ഭൂമിയിൽ അഴിച്ചുവിടുന്നതായ സ്തോത്രം അനർത്ഥങ്ങൾ. സ്തോത്രം. ഇത് 2 കൂടെ, ഉപദ്രവം പ്ലസ് ഉപദ്രവം, മഹോദ്രവത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയാണ്. ഇത് 4 കൂടെ അഴിച്ചുവിട്ടാലോ? കർത്താവ് ചോദ്യം ചോദിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം ഇപ്പോൾ തന്നെ സ്തോത്രം, നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മളുമായിട്ടൊക്കെ വനമൊക്കെ ദൂരെയായിട്ടും പന്നികളെ കൊണ്ട് നമ്മുടെ പുരയിടങ്ങളൊക്കെ നിറഞ്ഞു, കാട്ടുമൃഗങ്ങളെ കൊണ്ട്. സ്തോത്രം. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നിവൃത്തിയായി വരികയാണ്. ഇനി അതിന്റെ 9-ാമത്തെ വാക്യം നോക്കിക്കേ. സ്തോത്രം. 6-ന്റെ 9-ാമത്തെ വാക്യം ഇവിടെ വരിക. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട. നിങ്ങൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 9-ാം വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, മറ്റേത് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക, 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക, 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക, 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ. സ്തോത്രം. 9-ാമത്തെ വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് പറയുന്നില്ല. കാര്യം എന്താണ്? അത് ദൈവമക്കളെ സംബന്ധിച്ച കാര്യമാണ്. അത് ദുഷ്ടന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല. നോക്കണം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടോ. ഈ കഠിനമായ ശോധനയുടെ നടുവിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ, യാഗപീഠം എന്ന് പറയുമ്പോൾ യാഗവസ്തു, യാഗമായി നിൽക്കുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. ആ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പറയുന്നത്, അവര് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നവർ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ. എന്നിട്ട് വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയും ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പം അവർ സ്വന്തം ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അവർ ആത്മാക്കളായി നിൽക്കുകയാണ്. അവര് തലഛേദിക്കപ്പെട്ടവരാണ്, അവര് രക്തസാക്ഷികളായി തീർന്നവരാണ്. ഈ കഠിനമായ ശോധനയുടെ നടുവിൽ മുദ്രയേൽക്കാതെയും ഇതിനെ നമസ്കരിക്കാതെയും ഇരിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. എതിർ ക്രിസ്തു നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അവൻ യെരൂശലേം ദേവാലയത്തിൽ പൂജാ വസ്തുവായി അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന രംഗമുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കണം, ഈ ആത്മാക്കൾ എന്ത് ചെയ്തു? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുക. നാഥാ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി പ്രതികാരം നീ ചെയ്യുവാൻ ഇനി എത്രത്തോളം താമസിക്കും? ഉടനെ എന്ത് ചെയ്തു? അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാട്. അവർ രക്തസാക്ഷി മരണം അനുഭവിച്ചവർക്ക് തങ്ങളുടെ നീതി പ്രവൃത്തിക്ക് അംഗീകരിക്കുന്നതിന് തക്കവണ്ണം ഒരു വെള്ളം നിലയെങ്കി കൊടുത്തു. നിങ്ങൾ പിന്നീട് മത്തായിയുടെ സുവിശേഷം 24-ന്റെ 9-10 ഒക്കെ വായിച്ചാൽ മതി. മാത്യു ചാപ്റ്റർ 24:9-10. ഇവർ മണവാട്ടി സഭയല്ല,
എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ, സഭയുടെ സാന്നിധ്യമില്ലാതെ അവർക്ക് മനസ്സിലായിട്ട് അവരതിനു വേണ്ടി നിൽക്കുകയാണ്. ഇവർ എതിർ ക്രിസ്തു ആണെന്നും എന്റെ ക്രിസ്തുവിന് വേണ്ടി അവർ നിൽക്കുകയാണ്. അങ്ങനെ അവർ കൊല്ലപ്പെട്ടവരാ. സ്തോത്രം. അവർ ഉയർത്തിട്ടില്ല. അവർ ഉയർക്കുന്നത് 20-ാം അധ്യായം 4-ാം വാക്യം നോക്കിക്കേ. 20:4 അവർ ഉയർക്കുന്നത്. സ്തോത്രം. അവർ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവന് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവിടെ വരുമ്പോഴാണ് ഉയർക്കുന്നത്. 20-ാം അധ്യായം 4-ാം വാക്യം. ഇപ്പോൾ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കളായി അവർ ദൈവവാക്കി വെച്ചിരിക്കുന്നിടത്ത് ഇരിക്കുകയാണ്. സ്തോത്രം. ഇനിയും അതിന്റെ 6-12 വാക്യം നോക്കിയേ. സ്തോത്രം. 6-12 വാക്യം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തം. നമുക്കറിയാം, വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ പുക ഈ ഭൂമിയിൽ നിന്ന് പൊടി പൊങ്ങി സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. നിങ്ങൾ ഈ രംഗങ്ങൾ നോക്കണം. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ആകാശത്തു നിന്ന് വരുന്നത്, ഭൂമിയിൽ സംഭവിക്കുന്നത്, ഭൂകമ്പമുണ്ടാകുന്നത്, നക്ഷത്രങ്ങൾ വീഴുന്നത്, ഭൂമിയുടെ 4 നശിച്ചു പോകുന്നത്, മനുഷ്യരിൽ 4 യുദ്ധം, ക്ഷാമം, മഹാമാരി. സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം നോക്കിയേ. 6-16 വാക്യത്തിൽ അവർ പറയുന്ന കാര്യം നോക്കിയേ. 15 വാക്യം നോക്കിയേ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വപ്പെടും, സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ. 2 സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണയും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണയും ഞങ്ങളെ മറപ്പിൽ. അപ്പൊ അവര് മരിക്കാൻ ആഗ്രഹിക്കുകയാണ് അന്നുള്ള സകലരും. അതുമായിട്ടൊക്കെ ഹോശിയ ചാപ്റ്റർ 10 വേഴ്സ് 8, ലൂക്ക് ചാപ്റ്റർ 21 വേഴ്സ് 10-11. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വാക്കിവിടെ നിർത്തുകയാണ്. സ്തോത്രം. നാളെ നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് വരണം. അതിൻ്റെ താഴെ ഒരു ഇച്ചിരൂടെ ചിന്തിപ്പാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഒറ്റ വാക്യം വായിച്ച് ഞാൻ നിർത്തട്ടെ. സ്തോത്രം. എന്താണ് ഇത്രമാത്രം ന്യായവിധി ഇവരിൽ വരാനുള്ള കാരണം? ഇതെല്ലാം മനുഷ്യരല്ലേ അനുഭവിക്കുന്നത്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി വെളിപ്പെടുന്നു. സ്തോത്രം. പിശാച് അവന്റെ മേൽ ഈ ശക്തി കൊടുക്കുന്നു. പക്ഷേ അനുഭവിക്കുന്നത് മനുഷ്യരാ. എന്താ കാര്യം? നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യം എന്നിട്ട് നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യം. അവരിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. സ്തോത്രം. 3:16 നമുക്കറിയാം. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്യം നോക്കിയേ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അടുത്ത വാക്യം നോക്കിയേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി. അപ്പൊ ഈ ന്യായവിധി എവിടെ നിന്ന് വന്നു? ദൈവം ചോദിക്കുന്നു, ഞാൻ എന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നിനക്ക് വേണ്ടി രക്ഷയൊരുക്കിയിട്ട് നിനക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. നീ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വിവിധ സഭയുടെ പേരിലും നിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നീ ജീവിച്ചു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം, നീ ഭാവിയ അവന്റെ തേജസ് തന്നിട്ട് നീ പിശാചിന് അടിമപ്പെട്ട് നീ തേജസ് നഷ്ടപ്പെട്ട് നീ മരണം നിന്നിൽ വന്ന് രോഗം വന്ന് ബലഹീനത വന്ന് നീ ആയ സ്ഥാനത്ത് സർവശക്തൻ തന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നിന്റെ രക്ഷയൊരുക്കിയിട്ട് നീ അത് വിശ്വസിച്ചില്ല. അവനെ കൈക്കൊള്ളാഞ്ഞത് കൊണ്ട് ന്യായവിധി വന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ
അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവേ, ന്യായവിധി എന്ന് പറയുന്നത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിന്റെ പാപത്തിന്റെ വലിപ്പം കൊണ്ടല്ല നീ നരകത്തിൽ പോകുന്നത്. നീ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നിനക്ക് വേണ്ടി തന്നിട്ട് അവനെ വിശ്വസിച്ച് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് നീ നിത്യ നരകത്തിൽ പോകുന്നത്, ഈ ശിക്ഷാവിധി മുഴുവനും ഏൽക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവേ സ്തോത്രം, എനിക്ക് ലഭിച്ച പദവിക്കായി സ്തോത്രം. എൻ്റെ ആയുസ്സിന് അവസാനം വരെ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ നീ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ആയുസ്സിന് അവസാനം വരെ എന്നെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ ദൈവമേൽപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. കർത്താവേ, നീ എനിക്ക് പദവി തന്നു, ഞാൻ ഒരിക്കലും ബലഹീനനായിത്തീരരുത്. എൻ്റെ സമയം മുഴുവനും എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. ഒന്നിനെക്കുറിച്ച് ഞാൻ നിരാശപ്പെടരുതേ, ഒന്നിനെക്കുറിച്ച് ഞാൻ ഭാരപ്പെടാതെ നിന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം കൈകളെ ദിവസം മലർത്തി നിങ്ങളുടെ വ്യക്തിപരമായ വിഷയം ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഈ ലോകത്തിലെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, എങ്കിലും അതിലുപരി നിത്യതയ്ക്കായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുവാൻ സ്വതന്ത്രമായ ക്രിസ്തുവിന്റെ ഭരണത്തിൽ ഞാൻ അകപ്പെട്ടു പോകാതെ വണ്ണം കർത്താവേ നീ എന്നോട് കരുണ കാണിക്കണമേ. സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിയിൽ ഞങ്ങൾക്ക് അല്പമായിട്ട് നിന്റെ വചനം ശ്രവിക്കുവാൻ നീ കൃപ തന്നല്ലോ. കർത്താവെ, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആയുസ് തികയ്ക്കുവാൻ പിതാവേ അവിടുത്തെ ഓമന പുത്രനെ ഞങ്ങൾക്കായി തന്നു. ആ യേശു ക്രിസ്തുവിനെ പൂർണ്ണഹൃദയത്തോട് വിശ്വസിച്ചും സ്നേഹിച്ചും അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ആയുസ് തികയ്ക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ ഒരിക്കലും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലായി പോകാതെ വണ്ണം ആ കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. അതിനെന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണമോ അവിടുന്ന് ഉയരത്തിന്ന് തരണമേ. ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ ജനത്തെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനായ അടിയൻ യേശു ക്രിസ്തുവിന്റെ നാമം നിന്റെ ജനത്തിന്മേൽ വെച്ച് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും, ഇത് കേൾക്കുന്ന ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു പോകാതെ ആ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഒരുക്കണമേ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അടികൾ നന്ദി കറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അടികൾ താഴ്മയായി യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ പരിശുദ്ധ പിതാവേ.